അങ്ങനെ കനകയിൽ നിന്ന് നവ്യ സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. താൻ ഇത്രയും കാലം വിശ്വസിച്ചതെല്ലാം തെറ്റാണെന്നും അഭി തന്നെ ചതിക്കുകയാണെന്ന സത്യം നവ്യ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ നവ്യ സത്യങ്ങൾ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. ഇന്നലെ അഭിയോട് തീർത്താ തീരാത്ത പക നവ്യയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നവ്യ അഭിയുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. അനന്തപുരിയിലെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് അഭി തന്നോട് അടുപ്പം കാട്ടുന്നതെന്നും സ്വത്തുക്കൾ കിട്ടിയ ഉടനെ തന്നെ ഒഴിവാക്കുമെന്ന കാര്യം നവ്യ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ നവ്യ അനഘയുടെ അടുത്ത് വന്ന് താൻ സത്യങ്ങൾ മനസ്സിലാക്കിയ കാര്യം പറയുകയാണ്. അഭിയെ ഇല്ലാതാക്കാൻ വേണ്ടി താൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്നും അനഘ നവ്യയോട് പറയുന്നുണ്ട്. അങ്ങനെ നവ്യ അനഘയോട് പറയുന്നുണ്ട്, ചന്തുമോളെ ഇല്ലാതാക്കുകയാണ് അഭിയുടെ അടുത്ത പ്ലാൻ. നവ്യ പറഞ്ഞത് കേട്ട് അനഘയാണെങ്കിൽ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. സ്വന്തം കുഞ്ഞിനോട് പോലും ഇത്രയും ക്രൂരനായ അഭി ഒരിക്കലും ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് അനഘ പറയുമ്പോൾ, നീ ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ ഒന്നും കഴിയില്ല, നിനക്ക് എല്ലാ സഹായത്തിനും ഞാനുമുണ്ട് എന്ന് നവ്യയും പറയുകയാണ്. അങ്ങനെ അഭിയുടെ ഓരോ നീക്കങ്ങളും നവ്യ അനഘയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നവ്യ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് വന്ന നവ്യയോട് അഭി ചോദിക്കുന്നുണ്ട്, നവ്യ നീ എവിടെ പോയതായിരുന്നു? നിന്റെ മുഖമെല്ലാം വല്ലാതെ ആയിരിക്കുന്നുണ്ടല്ലോ. അഭിയുടെ അഭിനയം കണ്ടിട്ട് നവ്യയുടെ മനസ്സിലാണെങ്കിൽ അഭിയെ കൊല്ലാനുള്ള ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ അഭി ചോദിക്കുന്നുണ്ട്, നീ ഫുഡ് കഴിച്ചു? നാളെ ജോലിക്ക് പോകാനുള്ളതല്ലേ? ആ സമയം നവ്യ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്താലോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെയൊന്നും പറയില്ലേ നവ്യ, എനിക്ക് കൂടി ജോലിയില്ലാത്തതാണ്, നീയും പോകാതിരുന്നാൽ ശരിയാകില്ല. അങ്ങനെ അഭി പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം നവ്യയാണെങ്കിൽ സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരയുകയാണ്. താൻ ഇത്രയും കാലം സ്നേഹിച്ചതൊരു വിഷപ്പാമ്പിനെയാണല്ലോ എന്നോർത്ത് നവ്യ കരയുന്നുണ്ട്. തന്നെ ഈ അവസ്ഥയിലെത്തിച്ച് അഭി ഒരിക്കലും വെറുതെ ഇടില്ല എന്ന് നവ്യ മനസ്സിൽ ചിന്തിച്ചു. അന്നത്തെ രാത്രി നവ്യയ്ക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. അങ്ങനെ പിറ്റേ ദിവസം നവ്യ അനഘയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അനഘയുടെ ആരോഗ്യസ്ഥിതി ഏറെക്കുറെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നവ്യ ചന്തുമോളെയും കൊണ്ടാണ് അനഘയുടെ അടുത്തേക്ക് വന്നത്. ചന്തുമോളെ കണ്ടതും അനഘയാണെങ്കിൽ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ വിഷമത്തോടു കൂടി അനഘ നവ്യയോട് പറയുന്നുണ്ട്, മോളെ ഇനി അനന്തപുരിയിലേക്ക് വിട്ടാൽ അത് ശരിയാകില്ല, അതുകൊണ്ട് ഇനി മുതൽ മോളെ ഇവിടെ നിന്നോട്ടെ എന്ന് പറയുന്ന സമയത്ത്, മോളെ ഇവിടെ നിന്നാലും അപകടമാണ്, മോളെ തിരഞ്ഞ അഭി ഇങ്ങോട്ട് വന്ന് മോളെ അപകടപ്പെടുത്തും, അതുകൊണ്ട് മോളെ ഇവിടെ നിർത്തേണ്ട എന്ന് പറയുന്നുണ്ട് നവ്യ. നവ്യ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, ദർശിനിയും ആദർശേട്ടനെയും നയനെയും എല്ലാം ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു, അഭിയുടെ കള്ളത്തരം മനസ്സിലാക്കാൻ ഒരുപാട് വൈകി എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഇപ്പോഴെങ്കിലും നീ സത്യം മനസ്സിലാക്കിയല്ലോ എന്ന് അനഘ പറയുന്നുണ്ട്. ഇനി അടുത്തതായി എന്ത് ചെയ്യണം, അഭിയെ എങ്ങനെ ഇല്ലാതാക്കണം എന്നൊക്കെ അനഘ പറയുന്ന സമയത്ത്, നീ വിഷമിക്കേണ്ട അനഘയെ, എല്ലാത്തിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ നവ്യ അനന്തപുരിയിലേക്ക് പോവുകയാണ്. അങ്ങനെ നവ്യ അഭിയോട് പറയുന്നുണ്ട്, അഭി നമുക്കൊരിടം വരെ പോകാനുണ്ട്. എവിടേക്കാണ് നവ്യ എന്ന് അഭി ചോദിക്കുമ്പോൾ, ഏഞ്ചലറിയുമായി ഒരു പരസ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്, നീയും വരണമെന്ന് നവ്യ പറയുകയാണ്. ഈ പരസ്യത്തിൽ അഭിനയിച്ചാൽ ഒരുപാട് പണം കിട്ടും, ഇതോടുകൂടി നമ്മൾ നന്നാവും എന്നൊക്കെ നവ്യ പറയുമ്പോൾ അഭിക്ക് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ നവ്യ അഭിയുടെ കൂടെ പോകുകയാണ്. അങ്ങനെ അവർ കാറിൽ പോകുന്ന സമയത്ത് ഒരുപാട് ദൂരെ എത്തുമ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, നവ്യ ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇതുവരെ കാണാത്ത സ്ഥലമാണല്ലോ, എവിടേക്കാണ് പോകുന്നത് എന്ന് അഭി ചോദിക്കുന്ന സമയത്ത് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു വീടിൻ്റെ മുന്നിലാണ് വണ്ടി വന്ന് ഇറങ്ങുന്നത്. ഇതെവിടെയാണ് നവ്യ എന്ന് അഭി ചോദിക്കുന്ന സമയത്ത്, ഇവിടേക്കാണ് ഏഞ്ചലറിയിലെ ഡേവിഡ് ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വരാൻ പറഞ്ഞത്. അങ്ങനെ അഭിയും നവ്യയും കൂടി ആ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീടിനുള്ളിൽ കയറിയ ഉടനെ തന്നെ അഭി ഒരു ടവൽ മണപ്പിച്ച് ബോധം കെടുത്തുകയാണ് നവ്യ. ആ സമയത്തേക്ക് അനഘ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നവ്യയും അനഘയും ചേർന്ന് ഒരു കയർ ഉപയോഗിച്ച് അഭിയെ കെട്ടുകയാണ്. അങ്ങനെ നവ്യ അനഘയോട് പറയുന്നുണ്ട്, ഇനി ഇവൻ ഒരിക്കലും പുറലോകം കാണരുത്, ചതിയനായ ഇവൻ്റെ ജീവിതം ഇനി നരകമായിരിക്കും, ഇവനെ കാണാതെ ഇവൻ്റെ അമ്മയും വിഷമിക്കണം എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ഇതേ സമയം അനന്തപുരിയിൽ അഭിയെ കാണാഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് ജലജ. അങ്ങനെ ജലജ ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി ഇത്ര നേരമായിട്ടും അഭിയെ കാണുന്നില്ലല്ലോ, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ ജലജ പറയുമ്പോൾ, നീ വിഷമിക്കേണ്ട, മോൻ ഇങ്ങോട്ട് വന്നോളും എന്ന് ജാനകി പറയുന്നുണ്ട്. അങ്ങനെ നവ്യ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ജലജ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അഭി എന്തായാലും വരും, നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട എന്ന് ജാനകി പറയുകയാണ്. അതേസമയം ബോധം വന്ന അഭി
താൻ എവിടെയാണ്? തനിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ആരാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എനിക്ക് എന്താണ് സംഭവിച്ചത്? എന്നെ ആരാണ് കെട്ടിയിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് അബി. ആ സമയം അനഘയും നവ്യയും അങ്ങോട്ട് വരുന്നുണ്ട്. എടാ, നീ കാരണം എൻ്റെയും അനഘയുടെയും ജീവിതം തകർന്നു. ഇപ്പോൾ നീ ചന്തുമോളെയും കൊല്ലാൻ നോക്കുകയാണ്. ഇത്രയും ക്രൂരനായ നീ പുറം ലോകം കാണാൻ ഇനി അർഹതയില്ല. ഇനിയുള്ള നിന്റെ ജീവിതം ഇവിടെയാണ് എന്ന് ദേഷ്യത്തോടു കൂടി നവ്യ പറയുന്നുണ്ട്. നവ്യ പറഞ്ഞത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അബി. അങ്ങനെ സങ്കടം സഹിക്കാനാകാതെ കരയുന്നുണ്ട്. നവ്യെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഞാൻ ആവർത്തിക്കില്ല. നീ എന്നെ അഴിച്ചുവിട് എന്ന് അബി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. നീ നന്നാവാനോ? ഒരിക്കലും നീ നന്നാവാൻ പോകുന്നില്ല. ഇനിയുള്ള നിന്റെ ജീവിതം ഇവിടെയാണ് എന്ന് നവ്യ ദേഷ്യത്തോടു കൂടി പറയുകയാണ്. അങ്ങനെ അബി കയർ അഴിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അഴിച്ചു മാറ്റാൻ പറ്റുന്നില്ല. ആ സമയം കനക പറയുന്നുണ്ട്, എൻ്റെ മോളെ നീ ഇല്ലാതാക്കി നോക്കിയല്ലേ? നിന്നോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. നിന്നെ ഒരിക്കലും ഞാൻ പുറം ലോകം കാണിക്കില്ല എന്ന് ദേഷ്യത്തോടു കൂടി അനഘയും പറയുകയാണ്. അങ്ങനെ പുറത്തു വരാനാകാതെ ആകെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അബി.